ഹലോ കൂട്ടുകാരെ, 2 ദിവസം കൊണ്ട് ഞാൻ അഞ്ജുവിൻ്റെ ഏട്ടൻ്റെ ഉണ്ണീരെ 56 കേട്ടോ. അപ്പോൾ ഉണ്ണിവാവയ്ക്ക് കൊടുക്കാനായിട്ട്, അത് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് 2-3 ഉടുപ്പ് മേടിക്കണം. പിന്നെ 2-3 ടോയ്സ്, പൗഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കില്ല നമ്മൾ. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് പോണത്. അങ്ങനെ ഞങ്ങളത് ഷോപ്പിലെത്തിയിട്ടാ. എപ്പോഴും കാണുന്ന കളക്ഷൻ അല്ലാതെ വെറൈറ്റി കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞാൻ കുറേ ഫ്രോക്ക് നോക്കി എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് വൈറ്റ്, ഡെനിം ബ്ലൂ, നേവി ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ് വരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ 2-3 ഫ്രോക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഉണ്ണിവാക്ക് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ബേബി ഷോപ്പ് പറഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ പോയ ഷോപ്പിൽ കയറിയത്. അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രസ്സ് മാത്രം അവിടെ നിന്ന് എടുത്തു. പിന്നെ സോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി, ടോയ് കിട്ടി. പിന്നെ ബാക്കി ബേബി ഹാമ്പറെല്ലാം ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ മേടിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് അതൊക്കെ പോയി മേടിച്ചത് കേട്ടോ. അതൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ സമയം നോക്കുമ്പോൾ 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മക്കൾക്ക് സ്കൂൾ വിടുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പീരിയോഡിക്കൽ എക്സാം നടക്കുന്ന ആരും കൊണ്ട് ഉച്ചവരെ സ്കൂളുണ്ടായിരുന്നുള്ളൂ കേട്ടോ അന്ന്. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വരുന്ന മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറയാതെ സർപ്രൈസായിട്ട് പോയതാട്ടാ. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തമ്മ വന്ന്, എവിടേക്കമ്മ പോകണേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, നമ്മൾ വീട്ടിലേക്കല്ലേ പോകണേ. അവനങ്ങനെ കുറേ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ, എന്തിനാ അപ്പനമ്മയും വിളിക്കാൻ വന്ന്, അങ്ങനെ കുറേ സംശയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സി യു.